ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധയ്ക്ക് പുറകിൽ നിന്നും ഫിദ ഇല്ലാതായാൽ അതോടെ ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളം കയ്യിൽ വന്നു ചേരും. അല്ല എങ്കിൽ പിന്നെ അവരെ തിടുക്കം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കൽപ്പനെ, ഏട്ടത്തിക്ക് ഈ കാര്യം ഒട്ടും ഇഷ്ടല്ല. നമ്മളൊന്ന് മുറുക്കി പിടിച്ച നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഏട്ടത്തി ആറ്റുവാശ്ശേരി പെരുമാറും. ആ, ഒരു സൂചന കിട്ടിയല്ലോ. ഇനിയേ ഞാൻ ഏറ്റു. ആറ്റുവാശ്ശേരിയിലെ തൊഴുത്തിന്ന് ഇനി ഒരുത്തി ഇവിടെ വന്ന് മേഞ്ഞ് നടക്കണ്ട. ഞങ്ങളെ ആക്രമിക്കാൻ വന്നവര് ഗൗതമിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് രാധിക കൃത്യമായി കണ്ടതാ. മേഡം തനിച്ചു പോകണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലേ. അതല്ല പ്രമോദ്, എന്നെ ഭയപ്പെടുത്താൻ ഗൗതമോ ചന്ദ്രശേഖരോ കരുതുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ കൊലപാതകത്തിൽ അവർ വ്യക്തമായി ഇൻവോൾവ് ആണ്. സോ ഇനി നമ്മളുടെ നീക്കങ്ങൾ അവര് രണ്ടുപേരെയും ആ സിയെയും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം. മാഡം, കേട്ടിടത്തോളം ചന്ദ്രശേഖരൻ അതിബുദ്ധിമാനാണ്. കണിമംഗലം കുടുംബത്തിന് നാശം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ വരുണിനോ സൂര്യക്കോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അത് കണ്ടെത്താനായിട്ടില്ല. ദാറ്റ് മീൻസ് അത്രയും സൂക്ഷ്മമാണ് അയാളുടെ പ്ലാനിങ്ങുകൾ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ? ശ്വേത, കുറ്റവാളികൾ എപ്പോഴും അവർക്ക് ചുറ്റും ആർക്കും കടക്കാൻ പറ്റാത്ത വിധം ഒരു കോട്ട കെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഏത് ക്രൈമിന്റെ പിന്നിലും ഒരുപാട് ബുദ്ധിയും ഒരു ബുദ്ധിശൂന്യതയും ഉണ്ടായിരിക്കും. ആ ബുദ്ധിശൂന്യതയിലാണ് നമ്മൾ തുറന്നു കയറേണ്ടത്. അവിടെ ഉണ്ടാവും നമുക്ക് വേണ്ട തെളിവുകൾ. നിലവിലുള്ള കണ്ടീഷനിൽ ചന്ദ്രശേഖരനും ഗൗതമും കണിമംഗലത്തെ അഭയാർത്ഥികളാണ്. അവർക്ക് സ്വന്തമായി സ്വത്തില്ല, നിക്ഷേപങ്ങളില്ല. യെസ് മാം, കണിമംഗലത്ത് നിന്ന് വീതം വെച്ച് കിട്ടിയതൊക്കെ ചന്ദ്രശേഖരൻ നശിപ്പിച്ചു എന്നതാണ് നിലവിലുള്ള റിപ്പോർട്ട്. അതൊരു മറയായിരിക്കാം. ചന്ദ്രശേഖരൻ നിരന്തരം വിദേശ സഞ്ചാരം നടത്തുന്നുണ്ട്. മാത്രമല്ല ബാംഗ്ലൂരും മുംബൈയും ഒക്കെ അയാളുടെ സ്ഥിരം താവളങ്ങളാണ്. അതൊന്നും കണിമംഗലം ഗ്രൂപ്പ് ഓഫ് ബിസിനസിന് വേണ്ടിയല്ല. അയാളുടെ പഴയ പരിചയക്കാരെ കാണാനായിക്കൂടെ? ആവാം, അല്ലായിരിക്കാം. കണിമംഗലത്തുകാർക്ക് അറിയാത്ത രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ടോന്ന് നിലവിൽ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ അത് ശ്രദ്ധിക്കണം. എവിടെയോ ചന്ദ്രശേഖരനെ പൂട്ടാനായിട്ട് ഒരു കെണി അയാളായിട്ട് തന്നെ തുറന്നു വച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആണെന്ന് മാത്രം കണ്ടുപിടിച്ചാ പോരാ. കണിമംഗലത്തിന്റെ സമ്പത്ത് അവർ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്നും വരുണിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ കേസ് എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടിയാണ്. ഇതിലൊരു കാരണവശാലും എനിക്ക് തോൽക്കാൻ പറ്റില്ല. കാരണം തോറ്റാൽ അത് എന്റെ കൂടെ തോൽവിയാണ്. റൈറ്റ്? നാളെ മുതൽ നമ്മൾ ചന്ദ്രശേഖരനും ഗൗതമിനും പുറകെയാണ്. ഓക്കെ മാഡം. ഓക്കെ മാഡം. പറയാവുന്ന അത്രയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നിനും മുതിരരുതെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാ ഇപ്പൊ അവരുടെ മുന്നിലേക്ക് പോയത്? സാറിനോട് ചോദിച്ചു നോക്ക്. സാറിന്റെ അനുവാദത്തോടു കൂടിയാ ഞാൻ പോയത്. ഞാൻ പറഞ്ഞിരുന്നു, ആരതിയുടെയും സംഘത്തിന്റെയും അന്വേഷണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലെന്ന്. ഒരു അഡ്വക്കേറ്റും കൂട്ടാളികളും എന്ന രീതിയിൽ അവരെ കാണുന്നതിൽ അർത്ഥമില്ലെന്ന്. പോലീസിനേക്കാൾ കാര്യക്ഷമമായ അന്വേഷണത്തിലാണ് ആ സംഘം. കണ്ടെത്തുന്ന തെളിവുകളുമായി അവർ കോടതിയിലേക്ക് എത്തിയാൽ ഏറ്റവും ആദ്യം അപകടത്തിലാവുന്നത് ചന്ദ്രശേഖരനായിരിക്കും.
കേസിന്റെ സ്വഭാവം മാറി പൂർണ്ണമായും നമുക്ക് നേരെ തിരിയുമോ എന്ന എന്റെ പേടി. അതുകൊണ്ടാ ഗൗതമിന്റെ പ്ലാനിന് ഞാൻ കൂട്ടുനിന്നത്. പക്ഷേ അതൊരു പരാജയത്തിലെത്തുമെന്ന് ഞാൻ ഓർത്തില്ല. അവളൊരു ഫൈറ്റർ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. നെല്ലിമലയിലേക്ക് അവൾ രാധികയും കൊണ്ട് എത്തിയപ്പോ ഒരേ സമയം 2 ശത്രുക്കളെയും ഒരുമിച്ച് കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടരുത്. ഇപ്പൊ അവർക്കെല്ലാം വെളിവായില്ലേ? വ്യക്തമായിട്ട് നിന്നെ കണ്ടില്ലേ അവര്? ഇല്ല, രാധികയ്ക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ആരതി പിന്നെ എന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചന്ദ്രശേഖര, തന്റെ ധൈര്യത്തിലാ ഈ കേസിൽ തനിക്ക് ഞാൻ കൂട്ടുനിന്നത്. അവസാനം എന്റെ ജോലിയെ ബാധിക്കുന്ന അവസ്ഥ വന്നാണ്ടല്ലോ. നിർത്തരോ. ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോ പരസ്പരം പഴി ചാരാൻ എളുപ്പമാ. അതല്ല ഇപ്പൊ വേണ്ടത്. അവസരം ഏതാണ്, തിരിച്ചടിക്കേണ്ട സമയം വന്നാൽ കൃത്യമായും തിരിച്ചടിക്കണം. എന്നിട്ട് ഇല്ലാതാക്കേണ്ടി വന്നാൽ ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. ഗൗതം, ഇനി എന്നോട് ആലോചിക്കാതെ ആർക്ക് നേരെയും അങ്ങനെ തിരിയണ്ട. അഡ്വക്കേറ്റ് ആരതിയുടെ കാര്യത്തിൽ വേറെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? അവർക്കും കാണുമല്ലോ ഒരു കുടുംബം. അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കണം. ചിലപ്പോ ആ വഴി തന്നെ നീങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അവളെ കൊണ്ടുവന്ന ഫിദയുടെ നേർക്ക്. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. രാധയ്ക്ക് പുറകിൽ നിന്നും ഫിദ ഇല്ലാതായാൽ അതോടെ ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളം കയ്യിൽ വന്നു ചേരും. അല്ല, എങ്കിൽ പിന്നെ അവരെ തിടുക്കം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. തോറ്റുകൊടുക്കാൻ ചന്ദ്രശേഖരനാവില്ല. മോളെ, വലിയൊരു പ്രായശ്ചിത്ത അച്ഛനും അമ്മയും ചെയ്യുന്നത്. അതിന് കണിമംഗലത്തുകാരെ നമ്മളെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും അങ്ങനെ തന്നെ വേണോന്ന് അവര് നിർബന്ധിക്കില്ലായിരുന്നല്ലോ. എന്നാലും ഈ പെണ്ണ് കാണലും ഉറപ്പിക്കലും ഇതൊക്കെ വേണമായിരുന്നു അമ്മേ. എല്ലാം വേണം. വരുണിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടതല്ലേ.